ചെങ്കോട്ടയിലെ ഭീകരാക്രമണം അത് രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആ ചെങ്കോട്ടയിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് തുർക്കിയും പാകിസ്ഥാനുമാണ്. രാജ്യതലസ്ഥാനത്തെ നടുക്കിയ സ്ഫോടനത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചതിന് പുറമെയാണ് ഭീകരരുടെ വിദേശ ബന്ധങ്ങളും ഒക്കെ സംശയത്തിന്റെ നിഴലിലാകുന്നത്. പാകിസ്ഥാനിൽ ഇന്ത്യയുടെ നിരീക്ഷണം ഇപ്പോൾ ശക്തമാണ്. ഇതോടെ തുർക്കിയിൽ ഭീകരരുടെ ഇടനില ചർച്ചകൾക്ക് വേദിയൊരുങ്ങുന്നു എന്നുള്ള സൂചനകൾ വരെ പുറത്തു വരുന്നുണ്ട്. ചെങ്കോട്ട സ്ഫോടനം ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഫലമാണോ എന്നതിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും അതിർത്തി കടന്നുള്ള തീവ്രവാദവും വിദേശ തീവ്രവാദ സംഘടനകളുടെ പങ്കും അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഉമർ മുഹമ്മദും ഫരീദാബാദിലെ റെയ്ഡിൽ പിടിയിലായിട്ടുള്ള ഡോക്ടർ മുസമ്മിൽ ഷക്കീലും തുർക്കി സന്ദർശിച്ചുവെന്നും അവിടെ അവർ ജെയ്ഷെ ഇ മുഹമ്മദ് സംഘടനയുടെ പ്രതിനിധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയുമെന്നാണ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ പാസ്പോർട്ടുകളിൽ കണ്ടെത്തിയിട്ടുള്ള തുർക്കിഷ് ഇമിഗ്രേഷൻ സ്റ്റാമ്പുകൾ അന്താരാഷ്ട്ര ഭീകര ശൃംഖലയുമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. അതായത് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ താളം തെറ്റിയ ഭീകര സംഘടന തുർക്കി വഴി ഇന്ത്യയിലേക്ക് തീവ്രവാദം പടർത്തുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭയന്നുപോയ പാകിസ്ഥാൻ, ആ പാകിസ്ഥാന്റെ ബുദ്ധിയാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ഇന്ത്യയിലെ വനിതാ വിങ് കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ ഷഹീൻ അതിർത്തിക്കപ്പുറമുള്ള ഭീകരപ്രതിനിധിയുമായിട്ട് സ്ഥിരമായിട്ടുള്ള ബന്ധം പുലർത്തിയിരുന്നതായിട്ട് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നതാണ്. ഇപ്പോൾ ഉമറും മുസമ്മിലും തുർക്കിയിൽ മറ്റൊരു